ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യുവിനൈ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് ഇപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ തിങ്കളാഴ്ചത്തോടെ, അതായത് 30-ാം തീയതിയോടെ പരീക്ഷയൊക്കെ തീരുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വന്നത് കൂടുതലും ഇവരുടെ കുറച്ച് ഡ്രോയിങ്സ്. കുറേ നാളായി ഞാൻ അങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് ഓർത്തിരിക്കണത്. പിന്നെ നമുക്കിങ്ങനെ ലോങ് വീഡിയോ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നിട്ട് എന്നെ വലിയ പരിചയം ഉണ്ടാവില്ല ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക്. എൻ്റെ പേര് മീനു, എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരാൾ. പക്ഷേ ഇന്നിപ്പോൾ ഞാനാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ ഡ്രോയിങ്സ് ഒന്ന് കാണിച്ചു തരാം. ഇവൻ ഇപ്പോൾ 1ലാണ് പഠിക്കണത്. ഇവൻ്റെ പേര് യുവാൻ, ഇത് ഇനൈ, 2 വയസ്സാവണുള്ളൂ. ഇത് ആദി, ഇത് ഞങ്ങളുടെ ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ ഇവർ പണ്ട് നിങ്ങൾ എപ്പോഴാണ് ഡ്രോയിങ് ചെയ്യാൻ തുടങ്ങിയത്? ഇവൻ രണ്ടുപേരും ഡ്രോയിങ്ങിനൊന്നും പോണില്ല. അവർ യൂട്യൂബിൽ നോക്കിയാണ് ആദ്യം വരക്കാൻ തുടങ്ങിയത്. ഇവൻ അതിന് മുന്നേ വരക്കണതാണ്. അവൻ്റെ ഒരു 2ാം ക്ലാസ് 3ാം ക്ലാസ് അല്ലേ, ആ ഒരു ടൈം തന്നെ ഇവൻ വരക്കണുണ്ട്. ഇപ്പം ഇവൻ 5ലായി. പിന്നെ ഇവൻ ഈ ഇടക്കാണ് ഒന്ന് വരക്കാൻ തുടങ്ങിയത്. പക്ഷേ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും വരക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും, എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഇവൻ്റെ ടീച്ചറൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ആ ഡ്രോയിങ്സ് ഒന്ന് കാണിക്കാം നിങ്ങളെ. ഫുൾ ഇവരുടെ ആൾക്കാരെയാണ് ഇവർ വരച്ചേക്കണത്. അത് വേറെ ആരാണിത്? എനിക്ക് പേരൊന്നും അറിയാൻ പാടില്ല. അപ്പം ഇതാണ് ഇവൻ വരച്ചേക്കണത്. ഇതെന്ന് വരച്ചതാടാ? ഇതെന്ന് വരച്ചതാ? അവന് ഓർമ്മയില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം എന്തായാലും പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ വെച്ച് വരച്ചതാണ് ഈ ഡ്രോയിങ്. അവൻ്റെ അടുത്ത ഡ്രോയിങ് ആണിത്. ഇവൻ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ കല്യാണി പ്രിയദർശനെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു എക്സാക്ട് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവിടെയൊക്കെയോ ഒരു കല്യാണിയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോയിൽ. ഞാനത് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കുറച്ച് പേരൊക്കെ പറഞ്ഞായിരുന്നു ഇവനെന്തായാലും ഡ്രോയിങ്ങിന് ചേർക്കണം. അപ്പോൾ പിന്നെ ഇനി ആദിയുടെ ഡ്രോയിങ് കാണിച്ചു തരാം. ഇതാണ് ആദിയുടെ ഡ്രോയിങ്. സാക്കുറ. ഞാൻ സാക്കുറേനെ അടിച്ചാണ്. ഞാൻ വൈറ്റ് ഗൈനെ അടിച്ചാണ് കേട്ടോ. ഞാൻ ഒരു ക്യാരക്ടർ, ചെറിയക്കും എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ അടിച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത്രേ ഉള്ളൂ വേറെ ഡ്രോയിങ്. അപ്പോൾ ഇവൻ പിന്നെയും കുറേയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് ഇതൊക്കെ ആരൊക്കെയോ ആണ്, പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ആരൊക്കെയോ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇയാളും വരും ഒരു ചെറിയ ബുക്കായിട്ട്. ബുക്കിൽ ഇങ്ങനെ കുത്തി വരച്ചിടും. എന്നിട്ട് കുത്തി വരച്ചിട്ടിട്ട് ആ ബുക്കായിട്ട് വരും. എന്നിട്ട് പറയും ഇതേ ഞാനും വരച്ചെന്നുള്ള ഇതിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കും. അല്ലേ ഇനും? നമ്മുടെ ഈ വെക്കേഷന് ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഇവിടെ പരിപാടി. ഇവൻ വിജയ്, പിന്നെ നമ്മുടെ SRK അവരെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. ആ പേപ്പറൊന്നും ഇപ്പം കാണാനില്ല. ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പോയോന്നറിയില്ല. ഇനു ബേബിക്ക് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ആദിക്ക് എന്താ പറയാനുള്ളത്? അവനൊന്നും തന്നെ പറയാനില്ല. എന്തിനീ വീഡിയോ എടുക്കണേന്നാണ് അവൻ വിചാരിക്കണേന്ന് തോന്നുന്നത്. എനിക്ക് ഇവരുടെ ഈ ശരിക്കും നമുക്ക് എന്താ പറയാ, ഒരു അതിശയമാണ് ഇവരിങ്ങനെ വരക്കണ കാണുമ്പോൾ തന്നെ. ഇത്രയും നന്നായിട്ട് ഇത്രയും കുഞ്ഞു പ്രായത്തിൽ ഒരു വരക്കണ്ടെങ്കിൽ അവരെന്തായാലും വലുതാകുമ്പോൾ നല്ലൊരു കലാകാരന്മാരാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ബേബിക്ക് നൈസായിട്ട് ഇളകി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ടാറ്റ കൊടുത്തേ.
നമ്മൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഞങ്ങളുടെ കുട്ടി ഞങ്ങളുടെ ഇതേപോലത്തെ ഒരു മൊമെന്റ്സ്, ട്രാവൽ വീഡിയോ, അങ്ങനത്തെ ചെറിയ ഇത് നമ്മൾ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന്. അപ്പം എല്ലാവർക്കും വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.